ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും മല്ലൂഫാക്ടറിയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ബ്രെഡ് ഓംലെറ്റ് ആണ്. അപ്പം നമുക്ക് സവാളയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. സവാള നമ്മൾ ചെറുതായിട്ട് അരിയണം. നമ്മുടെ ഓംലെറ്റ് മറിച്ചിടുമ്പോഴൊക്കെ അപ്പൊ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞിടണം. നമുക്ക് കുറച്ച് പച്ചമുളക്, ഇനി നമുക്ക് മുട്ട പൊട്ടിച്ചൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം. കുറച്ചിട്ടാ മതി. ഇനി എരിവ് എത്ര വേണം അതിനനുസരിച്ച് നമുക്ക് മുളക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി ലേശം ഇട്ടാൽ മതി. ഒരു കളറിനും കുറച്ച് എരിവിനും വേണ്ടിയാണ് ഇടുന്നത്. നമുക്കിത് നല്ല അടിച്ചു കൊടുക്കാം. നല്ല അടിച്ച് മിക്സാവട്ടെ. നമ്മളൊരു അടുപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു വെറൈറ്റി രീതിയിലുള്ള ഒരു അടുപ്പാണ്. അപ്പൊ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് ആ അടുപ്പൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ദോശക്കല്ലാണ് നമുക്ക് എണ്ണയൊക്കെ തേച്ച് കൊടുക്കാം. അപ്പൊ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചാൽ നമ്മുടെ മുട്ടയും നമ്മുടെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ഇട്ട നമ്മുടെ മിശ്രിതം നമുക്ക് ദോശക്കല്ലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കതിലേക്ക് ബ്രെഡ് ഇങ്ങനെ വെച്ച് കൊടുക്കാം. മൂന്ന് ബ്രെഡേ പറ്റും. അരച്ചിടാനൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നമുക്ക് കട്ട് ചെയ്തിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം.
നമ്മള് ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. അതായത് മുട്ടയൊക്കെ നല്ലോണം പിടിക്കും. നമുക്കിനി അപ്പൊ നമ്മുടെ ബ്രെഡ് ഓംലെറ്റ് ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം ഫ്രണ്ട്സ്, നമ്മുടെ ബ്രെഡ് ഓംലെറ്റ് സെറ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇനി ടേസ്റ്റിംഗിലേക്കാണ് കിടക്കുന്നത്. അപ്പം നമ്മുടെ ഒരു സുഹൃത്ത് വന്നിട്ടുണ്ട്, വിഷ്ണു എന്ന് പറയുന്ന പുള്ളിയാണ്. അപ്പം കഴിച്ചു നോക്കിട്ട് എപ്പോഴാണ് പറയാം. അപ്പൊ ഞാനും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ട്. പൊളി. ശരിയാട്ടോ. നല്ല ടേസ്റ്റ് ഇല്ലയോ? അപ്പൊ എല്ലാരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ലൊരു സംഭവം. വൈകുന്നേരം 4 മണിക്കൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ട്രൈ ചെയ്യാവുന്ന ഒരു അടിപൊളി ഡിഷാണ്. അപ്പം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഇനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ പുതുപുത്തൻ റെസിപ്പീസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം ഇതിലും നല്ല വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും ബൈ.